വീണയോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 29-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു, ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് രണ്ടാം തവണയാണ് വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിലാണ്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ലോക്കറിൽ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചില കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ട്, ചില കാര്യങ്ങളിൽ മറുപടി നൽകിയിട്ടില്ല, ചില കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് വീണ ടി മറുപടി നൽകിയെന്ന വിവരമൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് ലോക്കറിൽ പരിശോധന നടത്തിയത്. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ED ആവശ്യപ്പെട്ടിരിക്കുന്നു. വിഷ്ണു വിവരങ്ങളുമായി. വിഷ്ണു സുരേഷ്, വിശദാംശങ്ങൾ. അനുജ, രണ്ടാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത്. 29-ാം തീയതി ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വീണയെ ഈ ആഴ്ച വിശദമായി ചോദ്യം ചെയ്തിരുന്നു. 9 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്ത വിട്ടയച്ചത്. അതിന് പിന്നാലെ വീണയുടെ തിരുവനന്തപുരത്തെ HDFC ബാങ്കിലെ ലോക്കർ അടക്കം ED പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം വീണ നൽകിയ മൊഴിയിലെ വ്യക്തതക്കുറവ് നേരത്തെ തന്നെ വാർത്തയായി വന്നതാണ്. ഈ CMRLും എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാട് എന്തൊക്കെ എന്നുള്ളതിൽ കാര്യമായ തെളിവുകൾ സമർപ്പിക്കാൻ ഈ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണയെ വീണ്ടും വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിട്ടുള്ളത്. 29-ാം തീയതി ഹാജരാകാനാണ് നിർദ്ദേശം. അതിൽ പ്രധാനമായും മറ്റു തരത്തിലുള്ള രേഖകളൊക്കെ വീണ ഇനി കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു. ഒപ്പം ഇവർക്ക് SFIOയുടെ അനുബന്ധ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള കടലാസുകൾ അല്ലെങ്കിൽ അത്തരം രേഖകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. 134 രേഖകൾ ED ആവശ്യപ്പെട്ടെങ്കിലും ആ രേഖകൾ പൂർണ്ണമായും ലഭ്യമില്ല. അത് 10 ദിവസത്തെ സാവകാശമാണ് അന്ന് കോടതി നൽകിയിരുന്നത് SFIOയ്ക്ക്. പക്ഷേ ആ രേഖകൾ ഇപ്പോൾ കുറ്റപത്രം മാത്രമാണ് ഈ പക്കലുള്ളത്. അതിനുശേഷം ആ രേഖകൾ പൂർണ്ണമായും ലഭ്യമായ ശേഷം മാത്രമേ ബാക്കി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി ആ രേഖകൾ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ അടുത്ത നടപടിയിലേക്ക് അതാണ് രണ്ടാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. 29-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാട്ടി നോട്ടീസ് നൽകിയിരിക്കുന്നു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്താണ്ട് 9 മണിക്കൂറോളം നീണ്ടിരുന്നു. പിന്നീട് ബാങ്ക് ലോക്കറിൽ EDയുടെ പരിശോധന, അതിന് പിന്നാലെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കൃത്യമായ രേഖകളൊക്കെ ഹാജരാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നുള്ളതാണ്. ഇതിനകം തന്നെ SFIOയ്ക്ക് ചില രേഖകൾ അത് വിട്ടു നൽകണമെന്നത് കോടതി നിർദ്ദേശം നൽകിയതാണ്, EDക്ക് നൽകണമെന്നത്. അത്തരത്തിലേക്ക് മുഴുവൻ രേഖകളും കിട്ടിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ആ രേഖകൾ കൂടി കൈപ്പറ്റിക്കൊണ്ടാകും EDയുടെ വിശദമായ ചോദ്യം ചെയ്യലെന്നതാണ്. വിഷ്ണു സുരേഷാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.